നമസ്കാരം. യാക്കോബായ സഭയ്ക്ക് വീണ്ടും തിരിച്ചടിയായി സുപ്രീം കോടതി ഉത്തരവ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി രംഗത്ത്. തർക്കത്തിലുള്ള എറണാകുളം, പാലക്കാട് ജില്ലകളിലായുള്ള 6 പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ സുപ്രീം കോടതി യാക്കോബായ സഭയോട് നിർദ്ദേശിച്ചു. അതേസമയം പള്ളികളിലെ സെമിത്തേരി, സ്കൂളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കരുതെന്നും സുപ്രീം കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് നിർദ്ദേശം നൽകി. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ 1934 ഭരണഘടന അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടതെന്ന 2017 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നൽകുന്നതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. 2017 വിധിക്ക് ശേഷം നൽകിയ പല പ്രത്യേക അനുമതി ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് യാക്കോബായ സഭയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകരായ രഞ്ജിത് കുമാർ, ശ്യാം ദിവാൻ എന്നിവർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ 2017 വിധി നടപ്പാക്കാൻ തയ്യാറാകാത്ത യാക്കോബായ വിഭാഗത്തിന്റെ നടപടി കോടതി ലക്ഷ്യമാണെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. യാക്കോബായ സഭയുടെ ആവശ്യങ്ങൾ കേൾക്കണമെങ്കിൽ പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 6 പള്ളികളുടെ ഭരണം കൈമാറിയെന്ന സത്യവാങ്മൂലം 2 ആഴ്ചക്കുള്ളിൽ യാക്കോബായ സഭ സുപ്രീം കോടതിക്ക് കൈമാറണം. മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കാനാണ് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. അതേസമയം വിധി നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസിനും സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലുള്ള പള്ളികളുടെ ഭരണം ഏറ്റെടുക്കാൻ പോലീസിനെ അയക്കുന്നതിനെ വിമർശിച്ച് സുപ്രീം കോടതി രംഗത്ത് വന്നു. പള്ളികൾ മതസ്ഥാപനങ്ങളാണ്, അവിടേക്ക് പോലീസിനെ അയക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യപ്പെടരുതെന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകരോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സർക്കാർ ഭരണം ഏറ്റെടുത്ത് നൽകണമെന്ന് ആവശ്യപ്പെടുന്നവർ പള്ളികളുടെ കണക്കുകൾ കൂടി സർക്കാരിനെ ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. തർക്കത്തിലുള്ള പള്ളികളുടെ ഭരണം ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകാത്തതിനെതിരെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, പോലീസ് മേധാവി ഷെയ്ഖ് ദവേഷ് സാഹിബ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, സെൻട്രൽ സോൺ IG നീരജ് കുമാർ ഗുപ്ത, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, എറണാകുളം റൂറൽ SP വിവേക് കുമാർ, പാലക്കാട് കളക്ടർ S ചിത്ര, പാലക്കാട് SP R ആനന്ദ് തുടങ്ങി 2 ഡസനോളം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേരള ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി ആരംഭിച്ചത്. ഈ നടപടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതിയലക്ഷ്യ നടപടികളിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടുമുണ്ട്. അതേസമയം യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. തർക്കത്തിലുള്ള 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. പള്ളികൾ ഏറ്റെടുക്കുന്ന ഉത്തരവ് നടപ്പാക്കാൻ സാവകാശം തേടിയാണ് അപ്പീൽ നൽകിയത്. പള്ളികൾ ഏറ്റെടുക്കുന്നതിൽ ക്രമസമാധാന പ്രശ്നമുണ്ടെന്നും സർക്കാർ അപ്പീലിൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ നടപടി സ്റ്റേ വേണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്.